രഘു, ആഹാ, ഇത് കുറേ ഉണ്ടല്ലോ. ആ എൻ്റെ ദേവകിയമ്മേ, ഫ്രഷ് ആയിട്ട് ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എവിടുന്നാ? ഇത് നമ്മുടെ രാധയുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നേ. അതേതായാലും നന്നായില്ലോ. അതെ അതെ, ടീച്ചർ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ദാ പ്ലാസ്റ്റിക് പൂ വാങ്ങാന്ന് രഘുവേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇവരെ പോലെ പ്ലാസ്റ്റിക് പൂവും LED ലൈറ്റും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വിഷുവിന് കൃഷ്ണന്റെ അമ്പലത്തിൽ പോയാലേ അമ്മക്ക് തൃപ്തിയാവും. നാട്ടിലാണെങ്കിൽ അമ്മ ഇപ്പോ ഗുരുവായൂർ പോണെന്ന് വാശി പിടിച്ചു. അച്ഛനുണ്ടായിരുന്നപ്പോ 10-12 വർഷം തുടർച്ചയായി ഗുരുവായൂരപ്പനെയാ കണി കണ്ടിരുന്നത്. പ്രായമായില്ലേ, ഇനിയിപ്പോ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാ മതി, ഭഗവാൻ കേട്ടോളൂ അല്ലേ? ദേവകിയമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. രണ്ടാൾക്കും ലീവില്ല അല്ലേ? ഇല്ല, രാജിക്ക് സമയം കിട്ടാറില്ല. പിന്നെ അമ്പലത്തിൽ പോകുന്ന ശീലമില്ല. അതെ, അമ്മ വന്നോടങ്ങി എന്നോട് ചോദിക്കണത് ഇവിടുത്തെ അമ്പലങ്ങളെ കുറിച്ചാ. ആ എന്നാ ശരി, പോട്ടെ. ഓ, എന്തു പറ്റി? നോസ്റ്റ് പഠിച്ചോ? പണ്ടൊക്കെ അമ്മയുടെ കൂടെ എല്ലാത്തിനും ഞാനായിരുന്നു കൂട്ട്. ഇന്നിപ്പോ ഇതൊക്കെ കണ്ടിട്ട് തന്നെ കാലം കുറയായി. രാജി, നാളെ അമ്മയെ അമ്പലത്തിൽ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. കൃഷ്ണന്റെ ഫോട്ടോയും വിളക്കും വെച്ച് സിമ്പിളായിട്ടൊരു കണി പോരെ? കണി കണ്ടു കഴിഞ്ഞാൽ വെറ്റിലയിൽ 2 കദളിപ്പഴവും വെണ്ണയും കൃഷ്ണന്റെ കാലത്തിൽ വെക്കണം. അതാ അമ്മയുടെ നാട്ടിലെ പതിവ്. അമ്മ ഇവിടെ ആദ്യമായിട്ടല്ലേ ഈ ഫ്രൂട്ട്സും സ്പെഷ്യൽ കദളിപ്പഴവും ഒക്കെ കൊടുത്താ കൃഷ്ണൻ അത് വാങ്ങുമോ? പണ്ട് അച്ഛൻ പറയായിരുന്നു, വീട്ടിലുള്ളവർ മാത്രം കണി കണ്ടാൽ പോരാ, തൊഴുത്തിലെ പശുവിനെയും പാടത്തെ നെൽച്ചെടികളെയും പറമ്പിലെ മരങ്ങളെയും ഒക്കെ കണി കാണിക്കണമെന്ന്. ആഹാ, അത് കൊള്ളാലോ. ഓരോരോ ചടങ്ങുകൾ. അമ്മയുടെ ഇഷ്ടം. ഞാനും ഈ കണിയൊരുക്കൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. മക്കളെ എണീക്ക്, കണി കാണണ്ടേ? കൃഷ്ണ ഗുരുവായൂരപ്പ, സൂക്ഷിച്ച് പതുക്കെ. ആ ഇനി കണ്ണു തുറന്നോളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ. സന്താന ഗോപാല, നിൻ ചരണങ്ങളിൽ വീണു വണങ്ങുന്നേ, പുണ്യം തേടി ഒരു നാടിൻ മനം. സന്താന ഗോപാല, നിൻ ചരണങ്ങളിൽ വീണു വണങ്ങുന്നേ, പുണ്യം തേടി ഒരു നാടിൻ മനം. നിന്തിരുനെറ്റിപ്പൊട്ടിലുദിക്കും കിരണത്തിൽ ഉണരുമേ കരയുടെ ദിനമോരോന്നും. 2 പേർക്കും കൃഷ്ണന്റെ അനുഗ്രഹം കിട്ടി. നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ണിക്കണ്ണൻ വരട്ടെ. മണ്ണിൽ ഹരിതമാം കദളികൾ തഴുകുമാം തീർത്ഥക്കുളത്തിൻ ഓളങ്ങൾ. അമ്മ ഇവിടെ ഇറങ്ങി, ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. ശരി. ചുറ്റമ്പലത്തിലെ ദൈവങ്ങൾ തീർക്കുന്നു വൈകുണ്ഠരാജ
മോന്റെ പേരെന്താ? കേശവ്. ജന്മമേ പൂജയ്ക്കായി കണ്ണനു നേദിക്കും പുണ്യമാം കൈകൾക്കും എന്നുമേ സന്തതം. അതെന്തിനാ കോയം തരണേ? പ്രകൃതി അനുഗ്രഹിച്ച വിളവിന്റെ മൂല്യം അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതാണ് കൈനീട്ടം. എനിക്കൊരു പയം തരുമോ? ഭഗവാന് കൊടുക്കാനുള്ളതല്ലേ, നേദിച്ചിട്ട് തരാം. കൃഷ്ണചരിത ശ്രവണമേ പുണ്യം അർച്ചനയേകുന്നു. അമ്മേ, തിരുമേനിയോട് പറഞ്ഞിട്ട് വെണ്ണയും കദളിപ്പഴവും നടയിൽ വെച്ചോളൂ. അമൃതാമൃതപൂരമേ പ്രഭ ചൊരിയും ദർശനം നീ നാമസങ്കീർത്തനത്തിൽ കൈവരും എന്റെ കൃഷ്ണ. മോക്ഷം. ശംഖുചക്രങ്ങളേന്തി തുളസി മാല്യമുടെ കാഞ്ചന തേജസാം തിരുരൂപം മനതാരിലെന്നും തെളിയുവാൻ കൃഷ്ണ കനിയുവാൻ കണ്ണ അർപ്പിക്കാം നിൻ തിരുസന്നിധിയിൽ. എന്റെ കേശവ, നീ കയ്യിൽ വന്നെടുത്തല്ലോ. കോടി പ്രണാമം.